അനന്തര വിശുദ്ധർ മാർച്ച് 11 വിശുദ്ധ യൂളോജിയസ്. സ്പെയിനിലെ മൂറുകളുടെ തലസ്ഥാനമായിരുന്ന കൊർദോവയിലെ സെനറ്റർമാരുടെ കുടുംബത്തിലായിരുന്നു വിശുദ്ധ യൂളോജിയസ് ജനിച്ചത്. ഡയക്ലിഷ്യൻ ചക്രവർത്തിയുടെ കീഴിലുണ്ടായിരുന്ന മർദ്ദനത്തിൽ വെച്ച് 19 പുരോഹിതർക്കൊപ്പം രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ സോയിലൂസ് പുരോഹിതൻ്റെ കീഴിലായിരുന്നു യൂളോജിയസിൻ്റെ വിദ്യാഭ്യാസം. അദ്ദേഹത്തിൻ്റെ നന്മയും അറിവും കാരണം വിശുദ്ധൻ മറ്റുള്ളവരെ ആകർഷിക്കാൻ കാരണമായി. അധികം താമസിയാതെ വിശുദ്ധൻ പൗരോഹിത്യപട്ടം സ്വീകരിക്കുകയും കൊർദോവയിലെ സഭാ സ്കൂളിൻ്റെ തലവനായി നിയമിതനാവുകയും ചെയ്തു. തൻ്റെ പഠനത്തിനായി അദ്ദേഹം ഉപവസിക്കുകയും കഠിനമായി പ്രയത്നിക്കുകയും ചെയ്തു. വിശുദ്ധൻ്റെ വിനയവും എളിമയും കാരുണ്യവും സ്നേഹവും മറ്റുള്ളവരെ ബഹുമാനത്തിനും ആദരവിനും പാത്രമാക്കി. 850 ക്രിസ്ത്യാനികൾക്കെതിരെയുണ്ടായ മതപീഡന കാലത്ത് വിശുദ്ധൻ തടവറയിൽ അടയ്ക്കപ്പെട്ടു. 851 നവംബർ 24 കന്യകമാരായ ഫ്ലോറയും മേരിയും ശിരച്ഛേദം ചെയ്ത് കൊല്ലപ്പെട്ടു. അവരുടെ മരണത്തിന് 6 ദിവസങ്ങൾക്ക് ശേഷം വിശുദ്ധൻ സ്വതന്ത്രനാക്കപ്പെട്ടു. 852 നിരവധി പേർ രക്തസാക്ഷികളാക്കപ്പെട്ടു. വിശുദ്ധൻ അവർക്കെല്ലാം ധൈര്യമേകുകയും ദുഃഖിതരായ തൻ്റെ വിശ്വാസികൾക്ക് ഒരു താങ്ങും തണലുമായി തീരുകയും ചെയ്തു. ഇതിനിടെ 858 മെത്രാപ്പൊലീത്തയായിരുന്ന ടോൾഡോ ദിവംഗതനായി. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വിശുദ്ധ യൂളോജിയസ് തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിഷേകത്തിന് ചില തടസ്സങ്ങൾ നേരിട്ടു. എന്നിരുന്നാലും തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം 2 മാസത്തിൽ കൂടുതൽ വിശുദ്ധൻ ജീവിച്ചിരുന്നില്ല. മൂറുകളുടെ ഒരു പുരാതന കുടുംബത്തിൽ ജനിച്ച ലിയോക്രീഷ്യ എന്നു പേരായ ഒരു കന്യക തൻ്റെ ചെറുപ്പം മുതലേ ഒരു ബന്ധുവിൻ്റെ സ്വാധീനത്തിൽ ക്രിസ്തുമത വിശ്വാസത്തിലാണ് വളർന്നു വന്നിരുന്നത്. അവൾ വളരെ രഹസ്യമായി ജ്ഞാനസ്നാനം സ്വീകരിച്ചിരുന്നു. ഇതറിഞ്ഞ അവളുടെ മാതാപിതാക്കൾ ദിനംതോറും രാത്രിയും പകലും അവളെ തൻ്റെ വിശ്വാസം ഉപേക്ഷിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചമ്മട്ടി കൊണ്ട് അടിക്കുകയും ചെയ്തു. അവളുടെ അവസ്ഥയെക്കുറിച്ച് അറിയുവാനിടവന്ന വിശുദ്ധ യൂളോജിയസും അദ്ദേഹത്തിൻ്റെ സഹോദരിയായിരുന്ന അനിലോണയും അവളോട് തൻ്റെ ഇഷ്ടപ്രകാരമുള്ള മതവിശ്വാസം പുലർത്തുവാൻ കഴിയുന്ന എവിടേക്കെങ്കിലും പോകുവാൻ അവളെ ഉപദേശിച്ചു. അവളുടെ യാത്രയ്ക്ക് വേണ്ടുന്ന സാധന സാമഗ്രികൾ അവർ വളരെ രഹസ്യമായി ശേഖരിക്കുകയും വിശ്വസ്തരായ സുഹൃത്തുക്കളുടെ കൂടെ അവളെ വളരെ രഹസ്യമായി കുറച്ചു കാലത്തേക്ക് പാർപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവസാനം ഇക്കാര്യം പുറത്തറിഞ്ഞു. അവരെ എല്ലാവരെയും നിയമജ്ഞരുടെ സമക്ഷം ഹാജരാക്കി. അദ്ദേഹം വിശുദ്ധനെ ചമ്മട്ടി കൊണ്ടടിച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ തന്നെ മർദ്ദിക്കുന്നത് കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകില്ല, കാരണം താൻ ഒരിക്കലും തൻ്റെ വിശ്വാസത്തെ കൈവിടുകയില്ല എന്ന് വിശുദ്ധൻ പറഞ്ഞു. ഇതിൽ ക്രുദ്ധനായ നിയമജ്ഞൻ വിശുദ്ധനെ രാജകൊട്ടാരത്തിൽ കൊണ്ടുപോകുവാനും രാജാവിൻ്റെ സമിതിക്ക് മുൻപാകെ കാഴ്ചവെക്കുവാൻ ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ വിശുദ്ധനാകട്ടെ വളരെ ഉച്ചത്തിൽ അവരോട് സുവിശേഷ സത്യങ്ങൾ പ്രഘോഷിക്കുവാൻ ആരംഭിച്ചു. മറ്റുള്ളവർ വിശുദ്ധൻ്റെ സുവിശേഷ പ്രബോധനങ്ങൾ കൂടുതൽ കേൾക്കുന്നത് തടയുന്നതിനായി ഉടൻ തന്നെ വിശുദ്ധനെ ശിരച്ഛേദം ചെയ്ത് വധിക്കുവാൻ തന്നെ രാജസമിതി തീരുമാനിച്ചു. അവരെ വധിക്കുവാൻ കൊണ്ടുപോകുന്ന വഴിയിൽ മാഹോമെറ്റിനെതിരായി സംസാരിച്ചതിനാൽ കാവൽക്കാരിൽ ഒരാൾ വിശുദ്ധൻ്റെ മുഖത്ത് വളരെ ശക്തിയായി അടിച്ചു. എന്നാൽ വിശുദ്ധൻ വളരെ ക്ഷമാപൂർവം തൻ്റെ മറ്റേ കവിളും കാണിച്ചു കൊടുക്കുകയും ആ കവിളത്തും അടിക്കുവാൻ കാവൽക്കാരനെ അനുവദിക്കുകയും ചെയ്തു. 859 മാർച്ച് 11 വളരെ സന്തോഷത്തോടുകൂടി വിശുദ്ധൻ തൻ്റെ മരണത്തെ സ്വീകരിച്ചു. വിശുദ്ധൻ്റെ വധത്തിന് 4 ദിവസങ്ങൾക്ക് ശേഷം വിശുദ്ധ ലിയോക്രീഷ്യയും ശിരച്ഛേദം ചെയ്ത് കൊലപ്പെടുത്തപ്പെടുകയും അവളുടെ മൃതദേഹം ഗുവാദാൽ ക്വിർ നദിയിലേക്ക് എറിയുകയും ചെയ്തു. പിന്നീട് ഈ മൃതശരീരങ്ങൾ അവിടുത്തെ ക്രിസ്ത്യാനികൾ വീണ്ടെടുത്തു.